ആദ്യം നമുക്കൊരു തണുത്ത സോഡ എടുക്കാം. ഇനി ഇത് മാറിയിരിക്കട്ടെ. ഈ തണുത്ത സോഡ കൊണ്ട് നമുക്കൊരു സ്പ്രൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ പുറം തൊലി തന്നെ. ഇതുപോലെ പുറംതൊലി ഇങ്ങനെ ചീകിയെടുത്താൽ മതി. ഇനി ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിന്റെ അളവ് എങ്ങനെയാന്ന് വെച്ചെന്നാൽ 1 ഗ്ലാസ്സിന് 1 ടീസ്പൂൺ നാരങ്ങ നീര് വേണം. 2 ഗ്ലാസ് എടുക്കുന്നെങ്കിൽ 2 ടീസ്പൂൺ നാരങ്ങ നീര് വേണം. ഇതിന്റെ കുരുവൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പം 2 ടീസ്പൂൺ ഉള്ളതുകൊണ്ട് ഞാൻ 1 നാരങ്ങയെ പിഴിയുന്നുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഈ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, ഇതാണ് ഇതിൻ്റെ അളവ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. നമ്മുടെ കൈ തൊട്ടാൽ നല്ല ചൂട് വേണം, തിളക്കണ്ട. ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു 1/4 ഗ്ലാസോളം ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ഇങ്ങനെ പൊടിച്ചു വെക്കുന്നത് പെട്ടെന്നൊന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. ഇനി ഹോം മെയ്ഡ് സ്പ്രൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ 2 ഗ്ലാസ്സാണ് സ്പ്രൈറ്റ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒന്ന് അരിച്ചൊഴിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തണുത്ത സോഡ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഹോം മെയ്ഡ് സ്പ്രൈറ്റ് റെഡിയായി. നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും ഒക്കെ ഹെൽത്തി ആയ ഒരു ഡ്രിങ്കാണിത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സ്പ്രൈറ്റിനേക്കാൾ ഹെൽത്തിയുമാണ്, അതിനേക്കാൾ രുചിയുമുള്ളതാണ്. ഇത് തീർച്ചയായും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.